ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചാണ് കേട്ടോ. തമ്പനെയിൽ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ CBSE സിലബസ് ആണോ, ഗവൺമെൻറ് സ്കൂളാണോ, അല്ലെങ്കിൽ ICSE ആണോ ബെറ്റർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ഇതിൽ എത്ര പേർ എന്നോട് യോജിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളുമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്കത് കറക്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കുറേ നാളുകൊണ്ട് ഈ ഒരു ആലോചന എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഒരു 4 ഇയേഴ്സോളം ഞാൻ എൻ്റെ മോനെ CBSE സ്കൂളിലാണ് പഠിപ്പിച്ചത്, കോൺവെൻറ്റ് സ്കൂളിൽ. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ CBSE സിലബസിലേക്ക് മാറ്റി. അപ്പം ഇവിടെയുള്ള എനിക്കിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുഞ്ഞുങ്ങളുടെ മാത്രം കാര്യമല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്, മാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതാണ് ഒട്ടുമില്ലാത്തത് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വെട്ടും കുത്തും കൊലയും, കുഞ്ഞുമക്കളെ വരെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ അബ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ന്യൂസിലൂടെയൊക്കെ അറിയുന്നത് അല്ലേ. അപ്പോൾ CBSE സിലബസ് ഓഫ് കോഴ്സ് എല്ലാവർക്കും ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ഓർത്തിട്ട് മാത്രമാണ് എല്ലാവരും CBSEയിൽ ചേർക്കുന്നത്. പിന്നെ കുറേ സ്ട്രിക്റ്റ് ആയിരിക്കും, കുറേ അച്ചടക്കം കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കും. അപ്പോൾ ഞാനും ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്തെ കുറേ വലിയ സ്കൂളുകളുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയുള്ളൊരു സ്കൂളിലാണ് കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം കൊറോണ ടൈമായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ അബ്രോഡായിരുന്നു ആ സമയത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് UKG സ്റ്റാർട്ട് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞ് സ്കൂളിൽ ആദ്യമായിട്ട് പോവാണ് കേട്ടോ. ആദ്യമായിട്ട് പോകുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കമ്പാരിസൺ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഇവിടെ ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അംഗനവാടിയിലൊക്കെ വിടുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ. അതായത് പേരൻസിനെയും കൂടെ ഓക്കെ ആക്കി, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പേരൻസിനെയും കൂടെ ഒന്ന് റെഡിയാക്കി വിടുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു സ്ഥലത്തൊക്കെ. പക്ഷേ CBSEയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ കുറച്ച് ദിവസമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അവർക്കങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. ഒരു സ്ത്രീ, അത് അവിടുത്തെ ഒരു ഏറ്റവും താഴത്തെ ഒരു സ്റ്റാഫായിരുന്നു കേട്ടോ. എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്ത്, കൊച്ചെന്താ ഇങ്ങനെ കരയുന്നേ, 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എത്രയും നാൾ എൻ്റെ കൂടെ നിന്ന കുഞ്ഞാണ്, അപ്പോൾ ഞാനവിടെ കൊണ്ടാക്കുമ്പോൾ കരയുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഇളയ കുഞ്ഞ് വാവയുണ്ട്, ആകെ എനിക്ക് തോന്നുന്നു 7 മാസം എന്തോ ആയിട്ടേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അവിടെ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളിൽ തീയാണ്. നമ്മളോട് പേരൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് പേരൻസിനോടെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ആദ്യമേ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിന്ത പിന്നെ വളർന്നു വരുന്നതല്ലാതെ, കാരണം ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെ അങ്ങനെ ആകുമ്പം നമ്മുടെ മനസ്സിൽ അതായിരിക്കും കൂടുതലും കിടക്കുന്നത്. അങ്ങനെ പോയി മുന്നോട്ട്. പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറ്റിയൊന്നുമില്ല. എനിക്ക് പക്ഷേ എപ്പോഴും എല്ലാ തവണയും സ്കൂൾ തുറക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റണം അങ്ങനെ ഒരു ചിന്തയായിരുന്നു എപ്പോഴും വരുന്നത്. കാരണം ഞാൻ കൊടുക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്, അത് ഞാനവിടെ കണ്ടില്ല. അതായത് മനുഷ്യനോട് പെരുമാറുമ്പോൾ ഒരു ഹ്യൂമാനിറ്റി, ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ പറ്റണം, എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ പറ്റണം, എല്ലാവരോടും മിങ്കിൾ ചെയ്യാൻ പറ്റണം. ഈ പഠിത്തം എന്നുള്ളത് തന്നെയല്ല, ഞാൻ അതിന് മാത്രമൊന്നുമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ക്ലാസ്സിൽ ഭയങ്കര ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഒരു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാറില്ല. എൻ്റെ ക്വാളിറ്റീസാണ് അതൊക്കെ, എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ എൻ്റെ മക്കളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാറില്ല. ഇനിയിപ്പോൾ വളർന്ന് വലുതായാലും അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളത് വാങ്ങിച്ചെന്നില്ല, ഇത് വാങ്ങിച്ചെന്നില്ല കണക്ക് പറയുന്ന പേരൻസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ മക്കൾക്ക് ടോക്സിസിറ്റി കൊടുക്കും എന്നല്ലാതെ ഒരിക്കലും മക്കളെ നല്ല രീതിയിൽ വളർത്താനൊന്നും പോകുന്നില്ല. ചില പേരൻസ് ഉണ്ട്, നിന്നെ വളർത്തി നിനക്കത് മേടിച്ചു തന്നു, ഇത് മേടിച്ചു തന്നു എന്നും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് മക്കളായാൽ പോലും കണക്ക് പറയുന്ന ചില പേരൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും, എന്തിനാണ് ഇവർ മക്കളെ വളർത്തിയത് എന്നുള്ളത് അല്ലേ. അവർക്ക് മക്കളെ ആഗ്രഹമായിട്ട് പ്രസവിച്ചു വളർത്തി. അപ്പം നമ്മൾ മക്കൾക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കണക്ക് പറയരുത്. നല്ലൊരു പാരൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മക്കളെ കിട്ടും. കാരണം നമ്മുടെ പാരൻറ്റിങ് എങ്ങനെയാണ് എന്ന് കണ്ടാണ് അവരുടെ ഒരു സ്വഭാവമൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ വളർന്നു വരുമ്പോഴും എല്ലാ പ്രായത്തിലും അവരോട് മോശമായിട്ടും ടോക്സിക്കായിട്ടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ തിരിച്ചും. അപ്പോൾ അത് തന്നെ കുറേ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സ്കൂളിൽ, അപ്പോൾ ഈ CBSE സ്കൂളിൽ തന്നെയാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ ക്രോസിൽ 2 മക്കൾ
അമ്മയും സൂയിസൈഡ് ചെയ്തതൊക്കെ എൻ്റെ മോൻ്റെ സ്കൂളിലാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കൂളിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഭയങ്കര ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇങ്ങനൊരു ടോക്ക് പോലും ആ സ്കൂളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നു, പിന്നെ ഒരു ലീവും കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു അങ്ങനെയൊന്നുമല്ല. അതിലും കൂടുതൽ, അതായത് ഒരു സ്കൂളാകുമ്പം ടീച്ചേഴ്സിന് ഓരോ കുട്ടികളോടും ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. അവരെ പേഴ്സണലി അറിയാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം മുന്നോട്ട്, അങ്ങനെയൊക്കെയാണ്. കാരണം ഓരോ വീടുകളിലും അബ്യൂസാണ് നടക്കുന്നത്. എത്ര വീടുകളിൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നുണ്ടല്ലേ. നമ്മളറിയാത്ത ഇത് ഇനിയും വരാനുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇനി അറിയുന്നത്. അപ്പോൾ അതിൽ പഠിക്കാൻ ഒരു കഴിഞ്ഞ ന്യൂസിലുണ്ടായിരുന്നു, ഒരു 4 വയസ്സുകാരി കൊച്ചച്ഛൻ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അവിടെ അംഗനവാടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും, അതിൻ്റെ അമ്മ അതിനെ കുളിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞാണ്, അതിൻ്റെ ഒരു സ്വകാര്യ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഇവരാരും ശ്രദ്ധിക്കുന്നില്ലേ, കാണുന്നില്ലേ? ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം സ്കൂളിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞുങ്ങളുമായിട്ട് ഒരു പേഴ്സണലി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണം. അത് ഈ CBSE സ്കൂളിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഒരു തവണ എൻ്റെ മോൻ സ്കൂളിൻ്റെ ഷർട്ടിൻ്റെ ടൈ എടുത്തിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എന്നെ ടീച്ചർ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഭയങ്കര വോമിറ്റിംഗ് ആയിട്ട് കിടക്കുക. എന്നോട് പറഞ്ഞു അവിടെ വരണം. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ മോന് ഇതിൻ്റെ ഷർട്ടിൻ്റെ ടൈ ഇങ്ങനെ ഇട്ട് കറക്കി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് സത്യമായി എനിക്ക് ചിരിയാണ് വന്നത്. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? അതായത് 6 വയസ്സുള്ള ഒരു കുഞ്ഞ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണത്. അപ്പോൾ അവരുടെ കുസൃതികൾക്കും അവരുടെ ഒരു പ്രായത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കണം ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മെൻറ്റേഴ്സിന് കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ഉണ്ടാവണം അല്ലേ. ആ ഒരു പ്രായത്തിലെ കുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗവൺമെൻറ് സ്കൂളിലൊക്കെ അതുണ്ട്. അവരുടെ ഓട്ടത്തിനും ചാട്ടത്തിനും അവരുടെ ചിരികൾക്കും അവരുടെ കളിക്കും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലം തന്നെയാണ് ഗവൺമെൻറ് സ്കൂളെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. ഇപ്പോൾ എൻ്റെ മോനെ ഞാൻ മാറ്റിയത് ഗവൺമെൻറ് സ്കൂളിൽ CBSE സിലബസിലാണ് കേട്ടോ. അവിടെ എല്ലാത്തരം ആക്ടിവിറ്റീസും ഉണ്ട്. അതായത് ഈ ഒരു CBSE സ്കൂളിൽ പഠിത്തമാണ് മെയിനായിട്ടുള്ളത്. പഠിത്തം മാത്രമേ ഉള്ളൂ അവിടെ. എന്നും ഒരു ലോഡ് ഹോംവർക്കുകൾ ഉണ്ടാവും. അതിലുപരി കുറേ പഠിക്കാനുണ്ടാവും. എന്നും എക്സാംസ് ഉണ്ടാവും. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പം തന്നെ 4 മണി. അപ്പം ഞാൻ കുറച്ച് റിലാക്സേഷനൊക്കെ കൊടുത്ത് പതുക്കെ ഒന്ന് റെഡിയായി വരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് വന്നിരുന്ന് ഒരു 6 മണിക്ക് തുടങ്ങിയാൽ പോലും തീരില്ല ഒന്നും. അതിൻ്റെ ഇടയ്ക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഒന്നിനും ഒരു റിലാക്സേഷൻ കിട്ടുന്നില്ല. കൊച്ചിനെ കഴിഞ്ഞും സ്ട്രെസ്സും ടെൻഷനും എനിക്കാണ്. അപ്പോൾ എനിക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായിരുന്നു കേട്ടോ. കൊച്ചു പഠിത്തത്തോടൊരു ചെറിയൊരു പ്രായത്തിൽ 5, 6, 7 വയസ്സുള്ള സമയത്ത് തന്നെ പറയാൻ തുടങ്ങി, മടുത്തു, എനിക്ക് പറ്റുന്നില്ല, ഒരു വിരക്തി വരാൻ തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകുമ്പം ബാഗ് ഇട്ടാണ് ഇത് ഇങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു, കുറച്ച് ടെക്സ്റ്റുകളൊക്കെ സ്കൂളിൽ വാങ്ങിച്ച് വെക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അത് കോൺവെൻറ്റ് സ്കൂളാണല്ലോ. അപ്പം അത് അവിടെ ആപ്ലിക്കബിൾ അല്ല. എല്ലാം കൊണ്ടുപോകണം. 8 പീരീഡ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഇത്രയും ടെക്സ്റ്റുകളും കൊണ്ടുപോയി നോട്ട്സും ഒക്കെ ആയിട്ടാണ് ഡെയിലി വരുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് തോന്നി. പിള്ളേരെ മെൻ്റലി അവർക്ക് വേറെ ഒരു ആക്ടിവിറ്റിയും ഇല്ല. പിന്നെ അതിലുപരി ഗവൺമെൻറ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എല്ലാ തലത്തിലുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യും. അവിടെ പാവപ്പെട്ടവരുണ്ടാവും, നല്ല പണക്കാരുണ്ടാവും, മിഡിൽ ഇതിലുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇത്തവണ പോയപ്പോൾ എൻ്റെ മോൻ പറഞ്ഞൊരു കൊച്ചുണ്ട്, അതിന് ചെരുപ്പ് പോലും ഇല്ല, പാവപ്പെട്ട വീട്ടിലാണ്, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം അമ്മ. ഞാൻ പറഞ്ഞ അമ്മ ചെരുപ്പ് മേടിച്ചു കൊടുക്കാം, നമുക്ക് അവർക്ക് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറയും. ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡ് ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയോട് വിളിച്ചു നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ട് പറയുന്നതല്ല കേട്ടോ. ആ ഒരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം. ചില ആൾക്കാരുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളവരാണ് കേട്ടോ. എല്ലാം അവർക്ക് വേണം, അവരൊന്നും കൊടുക്കില്ല, ഒരാൾക്കും കൊടുക്കില്ല. പക്ഷെ എല്ലാം അവർക്ക് വേണം. ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം. ആർക്കും ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈവൻ നമ്മുടെ അടുത്ത് പോലും വന്നാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കണ്ടാലേ എനിക്കിത് വേണം എന്നുള്ളൊരു ഫീൽ മാത്രമേ അവരിൽ കണ്ടിട്ടുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണം, ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും ആർക്കും ഇല്ല. അപ്പോൾ ഈ ഒരു ഹ്യൂമാനിറ്റി ചിന്ത കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പഠിത്തത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇനി മുന്നോട്ടുള്ള സമൂഹത്തിൽ ഇംഗ്ലീഷ് വേണം. ഓഫ്കോഴ്സ് നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേണം, ശരിയാണ്. പക്ഷേ മുന്നോട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൻ്റെ ഇടം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. കാരണം നമ്മളെ തളർത്താനും
ഇല്ലാതെയാക്കാനും ഒക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവും, ഇഷ്ടം പോലെ. നമ്മുടെ കുടുംബത്തിൽ തന്നെ, നാട്ടുകാരെന്നൊന്നും പറയുന്നില്ല, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. ഞാനത് എക്സ്ട്രീം ലെവലിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഞാൻ ചെറുപ്പം തൊട്ടേ എന്നോട് പറഞ്ഞു തന്നിരുന്നു, ആരെന്ത് പറഞ്ഞാലും തിരിച്ച് പറയരുത്. എൻ്റെ നേരെ എത്ര മോശം കാര്യങ്ങളുണ്ടായിട്ടും എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനോ സംസാരിക്കാനോ അറിയാതെ പോയിട്ടുണ്ട്. അത് കാരണം പറയുന്നവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്, അവർ നിന്നെ എന്തും പറയാനുള്ള അവകാശം അവർക്കുണ്ട് എന്നാണ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്ക് ഞാനെന്നുള്ളൊരു പേഴ്സണാലിറ്റിയെ ഇല്ലാതെ ആയിപ്പോയി. എനിക്ക് ദേഷ്യമാണ് ഇപ്പോൾ. എൻ്റെ ആ ഒരു കുറേ സമയം എനിക്ക് വേസ്റ്റായി പോകുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം എത്ര മോശം പ്രവർത്തികൾ ഉണ്ടായാലും ഞാൻ റിയാക്ട് ചെയ്യില്ല, ഞാൻ എല്ലാം ഇങ്ങനെ കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്വഭാവം എന്നിൽ വളർത്തിയെടുത്തിട്ട് എനിക്ക് ഒരു ഗുണവും എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് എന്നെ തന്നെ നഷ്ടമായിട്ടുണ്ട്. എൻ്റെ ഒരു വ്യക്തിത്വം തന്നെ നഷ്ടമായിരുന്നു കരഞ്ഞ ദിവസങ്ങളുണ്ട്. അപ്പം ആരെന്തും പറഞ്ഞ് അത് കേട്ട് ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും നല്ലതുണ്ടാവില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുക. നമ്മുടെ അടുത്തൊരു മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല, എന്നോട് ഇങ്ങനെ പെരുമാറണ്ട എന്നുള്ളത് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കഴിവുണ്ടാവണം. അതെനിക്കിപ്പോഴാണ് ഉണ്ടായത്. എൻ്റെ 30 ഏജിലാണ് എനിക്കത് ഉണ്ടായത്. അപ്പോൾ ഇതിന് മുന്നേ എനിക്കതില്ല. അപ്പം നമ്മൾ നല്ലൊരു പേരൻറ്റിങ് കൊടുത്ത് അവർക്ക് ആ ഒരു ബേസ് കൊടുത്ത് വളർത്തുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അടിയും വഴക്കും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഒരു ബ്രോയിലർ ചിക്കനെ പോലെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് ഇങ്ങനെ അനങ്ങാതെ സ്റ്റഡി ആയിട്ടിരുന്ന് പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചിങ്ങനെ വരികയല്ല, അവിടെ എല്ലാം ഉണ്ടാവും. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും മിങ്കിൾ ചെയ്ത് വളരുന്ന കുട്ടികൾ ഏത് പ്രശ്നത്തിലും ഓക്കെ ആയിരിക്കും, എല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നീ അത് റിയാക്ട് ചെയ്യണം. നീ സംസാരിച്ചോണം തിരിച്ച് പറയാനുള്ളത് സോറി, ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാൻ പറ്റണം എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും പറയും. അതുപോലെ എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയണം. അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്. അതായത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് പെരുമാറാനുള്ള അത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ എന്നൊക്കെ വെച്ചാൽ ICSE CBSE അവിടെ പഠിത്തം മാത്രമാണ് നോക്കുന്നത്, അല്ലാതെ ഒരാളുടെയും ഒരു പേഴ്സണലി ഒന്ന് അറിയാൻ ശ്രമിക്കുമോ അങ്ങനെയൊന്നും ഇല്ല. അതെനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു റെയിൽവേ ക്രോസിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴേ എനിക്കത് മനസ്സിലായി. അപ്പോൾ പിന്നെ അതുപോലെ ഓരോ ആക്ടിവിറ്റീസൊക്കെ വരുമ്പം അവിടെ ഈ ഒരു സ്റ്റഡി എന്നുള്ള ഒരു കാര്യത്തിന് മാത്രമാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ ഒരു പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ വരുമ്പം അതായത് ഇപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്, സ്പോർട്സിന് ഇഷ്ടമാണ്. അതായത് എല്ലാവരെയും എല്ലാത്തിലും മിങ്കിൾ ചെയ്യിച്ച് കൊണ്ടുപോവുക, അല്ലാത്ത ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊണ്ട് പോകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ എൻ്റെ മോൻ ചെറുതായിരുന്ന സമയത്ത് ഒരു ഡാൻസ്, ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഒരു ഡാൻസ് കളിച്ചിട്ട് വീഡിയോ അയച്ചു കൊടുക്കണം. അപ്പോൾ സ്കൂളിൽ അയച്ചു കൊടുത്തപ്പോൾ അവരത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ആ സമയത്ത് എബ്രോഡായിരുന്നു. അപ്പോൾ ക്രിസ്തു അപ്പൂപ്പൻ്റെ യൂണിഫോം ഇല്ല, പിന്നെ ക്രിസ്ത്യൻ ടച്ചുള്ള സോങ് വേണം, സിനിമാ സോങ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരത് പോസ്റ്റ് പോലും ചെയ്തില്ല. അതെൻ്റെ അനുഭവമല്ല, വേറെയും ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞു കുട്ടികളുടെ ആ ഒരു കഴിവിനെ അവിടെ ഇല്ലാതാക്കുന്നത് അല്ലേ. കൊച്ചു ഒരു 4 വയസ്സുള്ള കുഞ്ഞ് ഒരു സിനിമാ പാട്ട് ഇട്ട് കൊടുത്താലാണ് ഡാൻസ് കളിക്കുക, അല്ലാതെ ഒരു ഡിവോഷണൽ സോങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുമോ? അപ്പം അതിന് പോലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ആൾക്കാരാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭയങ്കര സ്ട്രിക്റ്റുമായിട്ടിരിക്കുന്ന ഒരു ഇതല്ല, നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ലൈഫ് കുറേ കൂടി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അവർക്കും ഈസി ആയിരിക്കണം, മക്കൾക്കും ഈസി ആയിരിക്കണം, പാരൻസിനും ഈസി ആയിരിക്കണം, കുറേ കൂടി ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ട് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ നിന്ന് മാറ്റി ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴപ്പമില്ലാതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നിരുന്നാലും ഒത്തിരി സ്ട്രെസ് ഫ്രീ ആണ്. അവിടുത്തെ പോലെ അത്ര സ്ട്രെസ് ഇല്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. CBSE ടെക്സ്റ്റൊക്കെ തന്നെയാണ്. ഞാൻ ആദ്യമേ ഈ സ്കൂളിൽ പോയപ്പോൾ ടെക്സ്റ്റുകളൊക്കെയാണ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ടെക്സ്റ്റുകളൊക്കെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഓക്കെയാണ്, കുഞ്ഞുങ്ങളും ഓക്കെയാണ്. അപ്പോൾ പിന്നെ ടീച്ചേഴ്സുമായിട്ട് നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ എല്ലാ ആക്ടിവിറ്റീസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെന്താണോ വിചാരിച്ചത് ആ ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിതിൽ ഓക്കെയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ
സാഹചര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരുടെയും ഇപ്പോൾ ഞാൻ വിട്ടിരുന്ന ഈ ഒരു CBSE സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവിടെ സ്നാക്സിൻ്റെ ടൈമിൽ പിസ്സ പിന്നെ എന്താ ചിക്കൻ KFC അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന കഥകളാണ് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഫുഡുകളാണ് കൊടുക്കുന്നതും കൂടെയുള്ളവരും അല്ല. അല്ലാതെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുമുണ്ട്, പക്ഷേ അവർക്ക് പോലും ഈ ഒരു ലെവലിലാണ് അവിടെ വിടാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കൊടുത്തു വിടും. ഫ്രണ്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അവനും കൊടുക്കണം. അവനില്ല, അവനൊന്നും കൊണ്ടുവരാൻ പറ്റാറില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവനും കൊടുക്കും. അപ്പോൾ ഈ പിസ്സയും ബർഗറിൻ്റെ സ്റ്റോറി മാത്രമല്ല, സാധാരണ കടലമുട്ടായുടെ സ്റ്റോറിയും ഈ ഒരു സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാവണം. മനസ്സിലായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റണം. അല്ലാതെ എല്ലാം വാങ്ങിച്ച് മാത്രം, അല്ലാതെ എല്ലാം എനിക്ക് വേണമെന്ന് മാത്രം ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ ഇനിയുള്ള മക്കൾക്കെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ് ചിന്തിക്കുന്ന പോലെ ആ ഒരു ചിന്തകളൊക്കെ ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയും നമുക്ക് ഹെൽപ്പ് ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അങ്ങനെയൊക്കെ പറയും. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ഇരുന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അവരെ പഠിപ്പിക്കാൻ വിടുന്ന ഒരു സ്ഥലത്തും ആ ഒരു ടച്ച് അവർക്ക് കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു സ്കൂളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ള ഒരു വേൾഡാണത്. അപ്പോൾ എനിക്കതിൽ ഓക്കെയാണ്. പിന്നെ ഈ ലാംഗ്വേജിൻ്റെ ഒരു ഇത് വരും, ആ ഒരു പ്രശ്നം വരും. CBSEയിൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, ഇവിടെ ഇംഗ്ലീഷാണ്. പക്ഷെ ആ ഒരു ഫോമാറ്റ് ആയിരിക്കത്തില്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആ ഒരു ഇതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ ഭയങ്കര ഓക്കെയാണ്. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കുഞ്ഞിന് വേണ്ട, നമ്മുടെ ഈ സമൂഹത്തിൽ വളർന്നു വരേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി.